നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചികത ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി നിങ്ങളുടെ പ്രാർത്ഥനയെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ നോക്ക്. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ ജപമാലയിലാകാം, അല്ലെങ്കിൽ കരുണയുടെ മുന്തലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന, ഏറ്റവും വലിയ പരിശുദ്ധ കുർബാന കർത്താവിന്റെ ബലി കുർബാനയിൽ പങ്കെടുപ്പിക്കാൻ ഭയങ്കര ബ്ലോക്ക് വരികയാണ്. അതിൽ കൂദാശകൾ അനുഷ്ഠിക്കാൻ അവസാനമൊക്കെ റെഗുലർ ആയിട്ടുള്ള കൺഫ്യൂഷൻ ബ്ലോക്ക് വരികയാണെങ്കിൽ പുറത്തോടോ നിങ്ങളുടെ ചുറ്റും പൈശാചികത ഉറപ്പുള്ള കാര്യമാണ്. ഞായറാഴ്ച കുർബാനയൊക്കെ മുടക്കുന്നുണ്ടെങ്കിൽ 100% ആ പൈശാചിക ശക്തി ആ വ്യക്തി പിടിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമണാളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുക ഏറ്റവും വലിയ കാര്യം തിന്മയുടെ ശക്തികൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ. ദൈവവുമായിട്ട് ഒരാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവന് ഇഷ്ടമില്ല. ദൈവത്തോട് ചേർന്നിരിക്കുന്നവന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഈ പള്ളി പോകുന്നവരെ കുറ്റം പറയും, ധ്യാനിക്കാൻ പോകുന്നവരെ കുറ്റം പറയും, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരെ ഒരു വിമർശിക്കും. കാരണം സ്പിരിറ്റ് അതാണ്. അവനൊരിക്കലും ഇഷ്ടമില്ലാത്തത് നീ കർത്താവിനോട് ചേർന്നിരിക്കുന്ന പ്രശ്നം. നീ ജോലി ചെയ്തു ഒരു കുഴപ്പമില്ല, എത്ര മണിക്കൂറുകളും സൽപ്രവർത്തികളായിട്ട് നിൽക്കും ഒരു കുഴപ്പമില്ല, നല്ല പ്രവർത്തി ദോഷം എന്തേലും വർക്ക് ചെയ്തതിന് അത് കുഴപ്പമില്ല, പഠിപ്പിക്കുന്നതിനോട് കുഴപ്പമില്ല, പഠിക്കുന്നതിന് കുഴപ്പമില്ല, നീ മണിക്കൂറുകൾ നീ ടെലിവിഷൻ കണ്ടതിന് കുഴപ്പമില്ല, മണിക്കൂറുകൾ നീ മൊബൈൽ ഫോണ് നിന്റെ ഡിവൈസസ് എല്ലാം നീക്കി മാറ്റി ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കത്തില്ല, ഉറക്കും, ചില ക്ഷീണമാക്കും, ഡള്ളാണ്. അതാണെങ്കിൽ ഡിമോൺ സ്പിരിറ്റ് ഒന്നെങ്കിൽ ആ വ്യക്തിയിലുണ്ട്,